ശാന്താകാരം ഭുജഗശൈനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘമന്ദം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് സുധാമാവിന് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭഗവാന്റെ ആ ഭക്തിയുത സേവനത്തിന്റെ പ്രതീകാത്മകമായ രീതിയിലുള്ള സുധാമാവിനോടുള്ള കാരുണ്യപൂർണമായിട്ടുള്ള പെരുമാറ്റത്തെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് ആ ബ്രാഹ്മണൻ സ്വഗ്രഹത്തിലേക്കുള്ള വഴിയാത്രയിൽ ചിന്തിച്ചത് മുഴുവൻ. നമുക്ക് സുഗമമായ ആത്മസംതൃപ്തി നൽകുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ നമ്മൾ വഴിയാത്രയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ പോലും മറക്കാൻ സാധിക്കും എന്നിവിടെ ഭഗവാനുമായിട്ടുള്ള ആ സംഗമത്തിൽ നിന്ന് സുധാമാവന് ഉണ്ടായത്. അതേപോലുള്ള അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മൾ തീർത്ഥാടനങ്ങൾ നടത്തുമ്പോഴും ഭഗവാൻ വസിച്ചിരുന്ന വൃന്ദാവനമായിക്കോട്ടെ, ദ്വാരകയായിക്കോട്ടെ, ഇല്ലെങ്കിൽ അതുപോലുള്ള ശ്രേഷ്ഠമായ തീർത്ഥസ്ഥാനങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ സന്ദർശിച്ചിട്ട് നമുക്കൊരു തീർത്ഥാടനം നടത്തിയിട്ട് വരുമ്പോൾ ഇവിടെ നേരിട്ട് അനുഭവത്തിൽ ഭഗവാനുമായിട്ടുള്ള ആ സംഗമം സുധാമാവിന് സാധിച്ചു. ആ സ്ഥാനമാനങ്ങളൊക്കെ നമ്മൾ ഇന്നും അവൈലബിൾ ആണ്. ദ്വാരകയായാലും വേണ്ടില്ല, ഇല്ലേ വൃന്ദാവനമായാലും വേണ്ട, ഭഗവാന്റെ ആ ചിരകാല സാന്നിധ്യം ഇന്നും അവിടെ ഉണ്ട്. അവിടെ ഒരു യാത്ര പോയിട്ട് വരുമ്പോഴും അതിൽ നിന്നുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇത്തരത്തിൽ ആനന്ദപ്രദമാക്കാൻ ആയിരിക്കണം നമ്മൾ തീർത്ഥാടനങ്ങൾ നടത്തേണ്ടത് എന്നർത്ഥം. സുധാമാ ബ്രാഹ്മണൻ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് തോന്നണം. അതെങ്ങനെ? നമുക്ക് അതേ തരത്തിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഭൗതിക സമ്പത്തിന് വേണ്ടിയിട്ട് വളരെ ദരിദ്രനായിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ഭഗവാനെ പ്രാർത്ഥിക്കുകയും എങ്ങനെയോ സമ്പന്നനാകുകയും ചെയ്താൽ തൽക്ഷണം അയാൾ ഭഗവാനോടുള്ള കടപ്പാട് മറക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ സാധാരണ ഭക്തരുടെ ഒരവസ്ഥ. പൂർണ്ണമായിട്ടും ഭഗവാന്റെ മേശാന്തിയായിട്ടോ തന്ത്രിയായിട്ടോ ഇല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്നവർക്ക് പോലും അത് ഭഗവാനെ പിന്നീട് മറക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പിന്നെ സാധാരണ ഭക്തരുടെ കാര്യം പറയണം. പൂർണ്ണമായിട്ടും ഗതിയേറ്റിട്ടില്ലാത്ത, യഥാർത്ഥത്തിൽ സുധാമാവും പണ്ട് ഭഗവാനോടൊപ്പം ഇരുന്ന് ഒരേ ക്ലാസ്സിൽ പഠിച്ചവനാ. പക്ഷേ പിന്നീട് ഈ സുഹൃത്ബന്ധം പോലും ഇടകാലം കൊണ്ട് മുറിഞ്ഞുപോയി. ഭഗവാനെ പറ്റി ചിന്തിക്കാറുണ്ട്. തൻ്റെ ദാരിദ്ര്യ അവസ്ഥയൊക്കെ വരുമ്പോഴും ഭഗവാന്റെ ആ ചിന്ത ഒരിക്കലും സുധാമാവ് ഉപേക്ഷിച്ചിരുന്നില്ല. അനന്യമായിട്ട് തന്നെ ചിന്തിച്ചിരുന്നു. പക്ഷെ അവിടെ ഒരു കുറവെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ പറ്റി യഥാർത്ഥത്തിൽ ഭഗവാന് ഇത്രമാത്രം കാരുണ്യമാനാണെന്ന് സുധാമാവിന് പോലും വിചാരിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പണ്ടേ ഭഗവാനെ സമീപിച്ചാൽ ഭഗവാൻ പറഞ്ഞല്ലോ, ഭോക്താരം വ്യക്തതമസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം. എല്ലാ ഭൂതഗണങ്ങളും എൻ്റെ സുഹൃത്തായിട്ട് കരുതുന്നവനാണ്, ലോകമഹേശ്വരനുമാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ സമയവും എന്നെ തന്നെ ഭജിക്കണം എന്ന് ഭഗവാൻ എന്നെ തന്നെ ധ്യാനിക്കണം. എന്നെ തന്നെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ചിന്തിക്കാൻ സാധിക്കണം. അത് സുധാമാവന് സാധിച്ചില്ല എന്നുള്ളതാണ്. പഠിക്കുന്ന കാലത്ത് ഭഗവാനോടൊപ്പം ജീവിച്ചു. ആ കാലത്ത് അനുഭവിച്ച അനുഭവങ്ങളെ പോലും യഥാർത്ഥത്തിൽ ഭഗവാനെ മനസ്സിലാക്കാൻ സഹായിച്ചില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അങ്ങനെ പണ്ടേ ഭഗവാനെ യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ കാരുണ്യത്തെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഈ ദാരിദ്ര്യം തന്നെ ഒരുപക്ഷെ ഈ ബ്രാഹ്മണൻ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളൊക്കെ, ചില സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് സുധാമാവിനെയും സുധാമാവിൻ്റെ പത്നിക്കും ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് ചില കാലം കുറേ ദുരിതം കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അവസാന നിമിഷമാണെങ്കിലും ഭാര്യയുടെ നിർബന്ധം മാനിച്ചുകൊണ്ടാണെങ്കിലും ഭഗവാനെ കാണാൻ പുറപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഭഗവാന്റെ മഹത്വത്തെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് പണ്ടേ ഭഗവാനുമായിട്ടുള്ള സംഗമം ഉണ്ടാകേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ആ സമയത്ത് പണ്ടേ വരേണ്ടതായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ വന്നില്ല എന്നൊക്കെ തോന്നും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ഒരിക്കലും ഭജിക്കാതെ ഇല്ലെങ്കിൽ നമ്മൾ ഗുരുവായൂർക്ക് പോകാൻ തന്നെ പല പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടായിരിക്കും അത് സാധിക്കുന്നത്. പല കാരണങ്ങളെ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ടോ അസുഖങ്ങളെ കൊണ്ടോ ഇല്ലേ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ദിവസം തീരുമാനിച്ചാൽ പോലും ചിലപ്പോൾ അതിന് 100 കൂട്ടം തടസ്സങ്ങളൊക്കെ ഉണ്ടാവും.
എന്നിട്ട് അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ ഒരു പ്രാവശ്യം കണ്ട് ദർശനം നടത്തി അതിൽ നിന്ന് ആനന്ദം ലഭിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അനുഭവം അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭഗവാനെ കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെ നിരന്തരം നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ കാണണം എന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിൻ്റെ വഴിയൊക്കെ ഭഗവാൻ ഒരുക്കിയതിൽ ഒരു ചുവട് ഭഗവാനോട് അടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 4 ചുവട് നമ്മളെ ഭഗവാനേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പം ഇതുവരെ മറന്നിരുന്നു. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ ഭക്തനായിട്ട് മാറിയാൽ തന്നെ നമ്മളെ എങ്ങനെയൊക്കെയോ യോഗക്ഷേമങ്ങൾ നമുക്ക് നൽകുകയും നമ്മളെ സമ്പന്നനാക്കുകയും ആഗ്രഹിക്കുന്നതൊക്കെ ഇഷ്ട വസ്തുക്കളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്താൽ തൽക്ഷണം അയാൾ ഭഗവാനെ കടപ്പാട് തന്നെ മറക്കും. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ട്. അത് മനുഷ്യ സഹജമാണ്. പൂർണ്ണമായിട്ടും ഗതി അറ്റിട്ടില്ലാത്ത ഒരു ഭക്തനും ഭഗവാൻ സമ്പത്ത് നൽകുകയില്ല. അതിനാൽ ഒരു പ്രാരംഭ ഭക്തൻ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് സേവിച്ചുകൊണ്ട് ഭൗതിക സമ്പത്ത് വേണമെന്ന് ആഗ്രഹിച്ചാൽ ഭഗവാൻ അയാൾക്കത് പെട്ടെന്ന് നൽകില്ല. ഈ വിധം ചിന്തിച്ചുകൊണ്ട് ആ ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണൻ ക്രമേണ സ്വന്തം ഭവനത്തിൽ എത്തിച്ചേർന്നു. അപ്പം ഈ പെട്ടെന്ന് ഈ കൊണ്ടുവന്നതൊക്കെ സമർപ്പിച്ചു. ഭഗവാനിൽ നിന്നുള്ള അനുഭവം ആനന്ദകരമായിട്ട് അനുഭവം അയവിറക്കിക്കൊണ്ട് പോകുമ്പോഴും ഇതിനിടയിൽ സുധാമാവ് ഒരു ചിന്തിക്കുന്നുണ്ട്. ഭഗവാൻ അറിഞ്ഞുകൊണ്ട് എനിക്കൊന്നും തന്നില്ല. എൻ്റെ ദാരിദ്ര്യത്തെയൊക്കെ അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കീറിപ്പറഞ്ഞ വസ്ത്രമാണ് കൊടുത്തിരിക്കുന്നത്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ മിഷ്ടാന ഭോജനമൊക്കെ കൊടുക്കുമ്പോഴും അതൊക്കെ കൊടുക്കുമ്പോഴും വരുമ്പോഴൊന്നും പ്രത്യേകിച്ച് സമ്പത്തോ ഇല്ലെങ്കിൽ യോഗക്ഷേമോ എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ചു. അതൊന്നും തന്നില്ല. ആകെ കിട്ടിയതെന്താ? ഈ മഹാഭാഗ്യം അനുഭവത്തിലേക്ക് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാ കാലത്തും ഓർമ്മ നിൽക്കുന്ന വിധത്തിൽ ഒരു ഭക്തിയുക്ത സേവനത്തിൻ്റെ പ്രതീകാത്മക ഭാവം ഭഗവാനും ഭഗവാന്റെ സഹധർമ്മിണിയും അവിടെ ചെയ്തു. ഒരു ദിവസം മുഴുവൻ വേണ്ട വൈകുണ്ഠ അനുഭവം ഉണ്ടായി. ദുഃഖങ്ങളില്ലാതെ എല്ലാം മറന്ന് തൻ്റെ ദാരിദ്ര്യവും കുടുംബവും ബന്ധങ്ങളും എല്ലാവിധ ക്ലേശങ്ങളും മറന്നുകൊണ്ട് അവിടെ ജീവിക്കാൻ സാധിച്ചു. അതുതന്നെയാണ് ജീവൻ മുക്തഭാവം, അഥവാ അത് തന്നെയാണ് വൈകുണ്ഠ അനുഭവം, അത് തന്നെയാണ് സ്വർഗം. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഭഗവാനിൽ നിന്നുള്ള അനുഭവമൊക്കെ വഴിയിൽ ചിന്തിക്കാനും അതിൽ നിന്നുള്ള അനുഭവവും ഭാഗ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഇടവന്നു. ഇതിനിടയിൽ ഭഗവാൻ അറിഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നിട്ടും ഞാൻ ദാരിദ്ര്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് യാതൊന്നും തന്നില്ല എന്നൊരു ചിന്തയും കൂടെ ഇതിനിടയ്ക്ക് കയറി വന്നു സുധാമാവൻ. നമ്മളെ മനുഷ്യന്റെ തനി സ്വഭാവം. ഇത്രയൊക്കെ മനസ്സിലായിട്ടും ഭഗവാൻ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന അവസ്ഥയിലേക്ക് ഒരു ചിന്ത പോകും. കാരണം എങ്ങനെയോ സമ്പന്നനാകും. അതായത് സുധാമാ ബ്രാഹ്മണൻ പറഞ്ഞത് ശരിയാണ്. ഭൗതിക സേവനത്തിന് സമ്പത്തിന് വേണ്ടി വളരെ ദരിദ്രനായിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ദർശനം നടത്തുകയും എങ്ങനെയൊക്കെ സമ്പന്നനാക്കുകയും ചെയ്താൽ തൽക്ഷണം അയാൾ ഭഗവാനോടുള്ള കടപ്പാട് മറക്കും. അതുകൊണ്ട് ഭഗവാൻ പെട്ടെന്ന് ആർക്കും ഒന്നും കൊടുക്കാറില്ല എന്നർത്ഥം. പെട്ടെന്ന് കൊടുത്താൽ എന്താ കുഴപ്പം? പെട്ടെന്ന് തന്നെ മറക്കും. അതേസമയം കുറച്ച് ക്ലേശങ്ങളൊക്കെ സഹിച്ചിട്ട് അനുഭവത്തിലൂടെ കിട്ടിയാലോ അത് പെട്ടെന്ന് മറക്കാതിരിക്കും. പൂർണ്ണമായിട്ട് ഗതി അറ്റിട്ടില്ലാത്ത ഒരു ഭക്തനും ഭഗവാൻ സമ്പത്ത് നൽകുകയില്ല. അതിനാൽ ഒരു പ്രാരംഭ ഭക്തൻ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് സേവിച്ചുകൊണ്ട് ഭൗതിക സമ്പത്ത് വേണമെന്ന് ആഗ്രഹിച്ചാൽ ഭഗവാൻ അയാൾക്ക് അത് നൽകില്ല. ഈ വിധം ചിന്തിച്ചുകൊണ്ട് ആ ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണൻ ക്രമേണ സ്വന്തം ഭവനത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ എല്ലാം അത്ഭുതകരമായി മാറിയിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. തൻ്റെ കുടിലിരുന്ന സ്ഥാനത്ത് വലിയ കൊട്ടാരങ്ങൾ, സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും അഗ്നികിരണങ്ങൾ പോലെയും മിന്നിത്തിളങ്ങുകയും വിലപിടിച്ച കല്ലുകളും രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് മനോഹരമായിട്ട് അലങ്കരിച്ച വിഹാര സ്ഥലങ്ങളും. അവിടെയൊക്കെ സ്ത്രീകളും പുരുഷന്മാരും യഥേഷ്ടം തിരിഞ്ഞിരുന്നു. ആ ഉപവനത്തിൽ തടാകങ്ങൾ, താമരപ്പൂക്കൾ, മനോഹരമായ ആമ്പലുകൾ, വിവിധ വർണ്ണങ്ങളോടെ കൂടിയ പക്ഷി വൃന്ദങ്ങൾ. തൻ്റെ നാടിന് വന്ന മാറ്റം കണ്ട് ബ്രാഹ്മണൻ ചിന്തിച്ചു തുടങ്ങി. എന്തൊരു മാറ്റങ്ങളാണ് ഞാൻ ഈ കാണുന്നത്! ഇതെങ്ങനെ സംഭവിച്ചു? ഇത് എൻ്റെ സ്ഥലം തന്നെയാണോ? അതോ മറ്റ് ഈ 100 കൂട്ടം ഭഗവാനെ പറ്റിയുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള ചിന്താ ശകലത്തിലൂടെ അല്ലെ ചിന്തയിൽ അതൊരു ധ്യാനമായിട്ടെടുത്ത് ചിന്തിച്ചുകൊണ്ട് വഴി നടന്നൊക്കെ ഞാൻ മറ്റൊരു സ്ഥലത്താണോ എത്തിച്ചേർന്നത്? ഞാൻ സ്ഥിരമായി വസിച്ചിരുന്ന അതേ സ്ഥലമാണ് ഇതെങ്കിൽ ഈ അത്ഭുതകരമായ മാറ്റം എങ്ങനെയുണ്ടായി? താൻ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ വളർന്ന നിത്യജീവിതം നയിച്ചിരുന്ന ആ പ്രദേശം തന്നെ ആകെ മാറ്റി മറിഞ്ഞിരിക്കുന്നു.
അപ്പൊ ഈ ചിന്തകളെ പേറിക്കൊണ്ട് വഴിയാത്രയ്ക്ക് പോയി. അപ്പം വഴി തന്നെ തെറ്റിപ്പോയോ, സ്ഥലം തന്നെ വേണ്ട, നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തല്ലേ എത്തിച്ചേർന്നതൊക്കെ സുധാമാവിന് ചിന്തിക്കേണ്ടതായിട്ട് വന്നു എന്നർത്ഥം. ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇതാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. ഭഗവാനെ അനന്യമായിട്ട് ഭജിക്കുന്നവർക്ക് ഇഷ്ടാൻ ഭോഗാൻ യോ ദേവാ, ഇഷ്ടഭോഗങ്ങളെ ഭഗവാൻ കൊടുക്കുന്നു പറഞ്ഞു. ആ ഇഷ്ടഭോഗങ്ങളെ എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ദേവാൻ ഭാവേ താൻ ഏനതേ ദേവ ഭാവേന്ദ്വാക പരസ്പരം ഭാവേന്തക ശ്രേയ പരമാപ്സ്യതാം. അപ്പോ ഇവിടെ ഭഗവാനെ അനന്യമായിട്ട് മറ്റു ചിന്ത കൂടാതെ ഭജിക്കുന്നവർക്ക് ആവശ്യമായ ഭൗതിക നേട്ടങ്ങളെ പോലും ഭഗവാൻ യോഗക്ഷേമമായിട്ട് കൊടുക്കും. കിട്ടില്ല എന്ന് വിചാരിച്ച് കിട്ടുന്നതാണ് യോഗം, അത് നിലനിർത്തി കൊടുക്കുന്നതാണ് ക്ഷേമം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഭഗവാൻ ചെയ്യുന്ന പറയും. അപ്പൊ നമ്മള് ഭക്തിയുടെ ഭാവം ഈ ഒന്ന് മാറ്റണം എന്നർത്ഥം. എക്സ്ചേഞ്ച് ഓഫറിലോ ഇല്ലെങ്കിൽ അർത്ഥലാഭത്തിന് വേണ്ടിയിട്ടോ താൽക്കാലിക ഫലത്തിന് വേണ്ടിയിട്ടോ ആയിരിക്കരുത് ഭഗവാനെ ഭജിക്കുന്നത്. ഭഗവാനെ നമ്മളെ പറ്റിയൊക്കെ എല്ലാം അറിയാം. അപ്പം നമുക്ക് എന്താ വേണ്ടതെന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഒക്കെ ഭഗവാൻ അറിയാം. അതുകൊണ്ട് അനന്യമായിട്ട് ഭജിക്കുന്നവർക്ക് എന്താണ് വേണ്ടത്? ഇപ്പൊ ഈ സുധാമാവിനെ സംബന്ധിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ കാണാൻ പോയത്? ഭഗവാന്റെ കാരുണ്യ അതിരേകത്താൽ താൻ എന്തിനാണ് വന്നതെന്ന് പോലും ഭഗവാനോട് പറയാൻ പോലും മറന്ന്, പ്രാർത്ഥിക്കാൻ പോലും മറന്നയാളാണ് സുധാമാവ്. അത്രമാത്രം അതിൽ ലയിച്ചു, താതാത്മ്യമുണ്ടായി. തിരിച്ചു വരുമ്പോഴും ഭഗവാനെ പറ്റി, ഭഗവാന്റെ ആ ഭക്തിയുത സേവനത്തെ പറ്റി, തന്നോടുള്ള ആ പെരുമാറ്റത്തെയാണ് ചിന്തിച്ചുകൊണ്ട് ആനന്ദ നിമഗ്നനായിക്കൊണ്ടാണ് താൻ വന്ന വഴി പോലും മറന്നുപോയോ എന്ന് സംശയിക്കേണ്ട ഗതികേട് വന്നു. താൻ എത്തേണ്ട സ്ഥലത്തല്ലേ എത്തിയെന്ന് വരെ ഒരവസ്ഥ വരെ ഉണ്ടായി. നമുക്കും അങ്ങനെ ചിലപ്പം അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ നമ്മൾ എത്ര ദൂരം ഇല്ലെങ്കിൽ ക്ലേശിച്ച് പോകേണ്ട സ്ഥലത്ത് പോലും ആ ദൂരം പോലും ദൂരം എത്ര വലുതായിരുന്നാലും വേണ്ടില്ല, അതൊക്കെ ലഘുദൂരമായിട്ട് തോന്നും. നമ്മൾ എത്തിപ്പെടുന്നത് ചിലപ്പം തെറ്റായ സ്ഥലത്തും ചിലപ്പോൾ എത്തിപ്പെടാം. നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വഴിമാറി നടക്കും. അപ്പൊ എത്തേണ്ട സ്ഥലത്തായിരിക്കുമല്ലോ എത്തുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പലവിധ ചിന്തകൾ കൊണ്ട് ആനന്ദം നിമഗ്നനായിക്കൊണ്ട് നടന്നിരുന്ന കുചേലൻ സ്വന്തം ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ ആ ഗ്രാമം തന്നെ കണ്ടിട്ടും തൻ്റെ ഗ്രഹം ഇരുന്നിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ അവിടെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി എന്നർത്ഥം. എന്തു മാറ്റങ്ങളാണ് ഞാൻ ഈ കാണുന്നത്? ഇതെങ്ങനെ സംഭവിച്ചു? ഇത് എൻ്റെ സ്ഥലം തന്നെയാണോ അതോ മറ്റു വല്ലയിടത്തുമോ? ഞാൻ പലവിധ ചിന്തകളാൽ നടന്നത് എത്തിച്ചേർന്നത് മറ്റ് എവിടെയെങ്കിലും ആണോ എന്ന് പോലും അത്ഭുതകരമായി ഈ മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് സുധാമാവിനെ കൊണ്ട് ചിന്തിപ്പിച്ചു. ബ്രാഹ്മണൻ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ദേവതമാരെ പോലെ തോന്നിക്കുന്ന ഒരു സംഘം സ്ത്രീ പുരുഷന്മാർ ഗായകരാൽ അനുഗതരായിട്ടുണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. എല്ലാവരും മംഗളോദയമായിരിക്കുന്ന ഗാനങ്ങൾ, മംഗളപ്രദമായിട്ടുള്ള ഇല്ലേ ഭഗവാനെ കീർത്തിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. ഭർത്താവിന്റെ ആഗമന വാർത്ത കേട്ട് ബ്രാഹ്മണ ഭക്തി കുചേലഭക്തി അത്യധികം സന്തുഷ്ടയായി. തിടുക്കത്തിൽ അവളും കൊട്ടാരത്തിൽ നിന്നും പുറത്തു വന്നു. ഭാഗ്യദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയോ എന്ന് തോന്നുമാറ് ബ്രാഹ്മണ ഭക്തി അഥവാ സുധാമാവിന്റെ ഭക്തി അതീവ സുന്ദരിയായി കാണപ്പെട്ടു. ഭർത്താവിനെ മുന്നിൽ കണ്ട മാത്രയിൽ അവളുടെ കണ്ണിൽ ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു തുടങ്ങി. ഭർത്താവിനെ സംബോധന ചെയ്യാൻ പോലും ആവാത്ത മട്ടിൽ അവളുടെ ശബ്ദം ഇടറിപ്പോയി. പരമാനന്ദ നിർവൃതിയിൽ അവൾ കണ്ണുകൾ അടച്ചു. അതേസമയം തികഞ്ഞ സ്നേഹ വാത്സല്യങ്ങളോടെ ഭർത്താവിനെ നമസ്കരിക്കുകയും മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ചെയ്തു. സ്വർണ ഹാരങ്ങൾ കൊണ്ടും മറ്റ് ആഭരണങ്ങളെ കൊണ്ടും അതുപോലെ പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും അവൾ പൂർണ്ണമായിട്ടും അലങ്കൃതമായിരിക്കുന്നു. ദാസികളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ആകാശ വിമാനത്തിൽ നിന്ന് അപ്പോൾ ഇറങ്ങിയ ഏതോ ദേവപത്നിയെ പോലെ കാണപ്പെട്ടു. പത്നിയെ ഇത്രയും സുന്ദരിയായിട്ട് കണ്ട ബ്രാഹ്മണൻ ആശ്ചര്യസപ്തനായി. അത്യന്തം വാത്സല്യത്തോടെ എന്നാൽ ഭാര്യയോടൊന്നും മിണ്ടാതെ അവരോടൊപ്പം അദ്ദേഹം കൊട്ടാരത്തിനുള്ളിൽ കടന്നു. എത്ര അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് യഥാർത്ഥ ഭക്തിയുടെ പരിണതഫലം.
നമ്മൾ പോലും വിചാരിച്ച എതിർച്ചാ ലാഭസന്തുഷ്ടോ ദ്വന്ദ്വാദീവ്യ മത്സരം, ഇങ്ങനെയൊക്കെ ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് ഏത് കാലത്തായാലും ഏത് ജന്മത്തിലായാലും ഇത്തരത്തിൽ സ്വർഗതുല്യമായിട്ട് ഒരു അനുഭവത്തിലൂടെ സുഖം അനുഭവിക്കാൻ സാധിച്ചാൽ അത് എന്നോ ചെയ്ത നമ്മുടെ പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നതാണ് അഹങ്കാരത്തിന് പാത്രീഭൂവനാകുക. അപ്പോൾ അതൊക്കെ അത് അഹങ്കാരിയായി മാറുമ്പോൾ പിന്നെ ഈ തന്നതൊക്കെ അതേപോലെ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും. നമ്മൾ അത് അഹങ്കരിക്കാൻ പോയി പിന്നെ ഇപ്പം മഹാബലിക്ക് പറ്റിയതുപോലെ നമുക്ക് കിട്ടിയ എല്ലാ സ്വർഗപ്രാപ്തിയും സ്വർഗാധികാരം വരെ എത്രയോ പ്രാവശ്യം ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അത് പരാജയപ്പെട്ട് അതിൽ നിന്ന് പിന്മാറാതെ വീണ്ടും ആ പരാജയങ്ങളൊക്കെ വിജയമായിട്ട് പരിണമിപ്പിച്ച സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം 3 ലോകങ്ങളെയും പിടിച്ചെടുത്തിയ മഹാബലിക്ക് ആസുരീ സ്വഭാവത്താൽ ലേശം അഹങ്കാരം കൂടിയപ്പോഴാണ് ഭഗവാൻ അതെല്ലാം പിടിച്ചെടുക്കാൻ തയ്യാറായി. അപ്പൊ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഈ പ്രപഞ്ചത്തിന് മറ്റൊന്നും ഇല്ലാന്ന് നമ്മൾ കരുതുക തന്നെ, മനസ്സിലാക്കുക തന്നെ വേണം. നമുക്ക് ഏതെങ്കിലും കാലത്തിൽ ശാരീരിക ഇന്ദ്രിയ മനോബുദ്ധികളിലൂടെ ഏതെങ്കിലും സുഖം അനുഭവിക്കാൻ തക്കവണ്ണമുള്ള അനുഭവം നമുക്കുണ്ടായാൽ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്ന് ഒരിക്കലും മറക്കാതിരിക്കണം എന്നർത്ഥം. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഈ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ആധിക്യത്താൽ നമ്മൾ ഇതൊക്കെ കിട്ടുമ്പോൾ മറന്നു പോകുന്നതാണ്. നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു തരത്തിലുള്ള സുഖവും അനുഭവിക്കാൻ സാധിക്കുക. ഇന്ദ്രിയങ്ങളെല്ലാം ദേവതാ സങ്കല്പത്തിലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിൻ്റെ നിയന്ത്രണത്തിലൂടെയാണ് നമുക്ക് ഇന്ദ്രിയ സുഖങ്ങൾ പോലും അനുഭവിക്കാൻ സാധിക്കുക. പക്ഷെ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മറക്കുന്ന സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് നമ്മളെ തകർത്ത് കളയും. നമ്മളെ വീണ്ടും ദുഃഖത്തിൻ്റെ ദുരന്തത്തിലേക്ക് നയിക്കുന്നതും ഈ അഹങ്കാരഭാവമായിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം ഈ വികാര വിചാരങ്ങൾക്ക് അടിമയാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നർത്ഥം. ഇത് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.